എന്താ കടിച്ച് കടിച്ച് എത്തില്ല ഓൻ നുളവിച്ചു ഉറപ്പാണ് നുളവിച്ചു. അല്ല അതുണ്ടാവും മുഖത്ത് നോക്കിയാണ് നുളവിച്ചു. പാഞ്ഞു പോകാൻ ഞാൻ അടി കിട്ടും വേഗം വന്നാ പറഞ്ഞാൽ അപ്പോൾ ചെവി പിടിച്ചാൽ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി നീ കയറിയാൽ മതി അല്ലിട്ട് വേഗം കൂട്ടി കയറി കണ്ട എന്തോ ഒരു പൊട്ടിത്തെറുപ്പാണ് അറിയാം. ഓനിപ്പം തന്നെ ഓനിപ്പം എന്ന് പറഞ്ഞാൽ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ആയി. പിന്നെ ഓനെ തള്ളനെ ഞങ്ങൾ കൊടുന്നതാ ഇവര് കൊടുന്നതാ. അങ്ങനെ ഞാൻ നോക്കി ഞാൻ നോക്കി വളർത്തി. അതിൽ ഇവന് ഒരു പെണ്ണും ഇവനൂടി ഉണ്ടായത്. ആ പെണ്ണ് പിന്നെ വീറ്റലേനി തള്ള വീറ്റലേനി. ഇവന് ചവിട്ടിച്ചുള്ളതാണ് ആ കൂറ്റൻ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെച്ചാൽ ഓളെ ഞാൻ പ്രസവിച്ച് 2ാമത്തെ പ്രസവത്തിൽ ഔടാണ്ട് വീങ്ങിയിട്ട് ഒരു ഔടാണ്ട് പോയി. ആ ഔട് പോയപ്പോൾ പിന്നെ ഉടനെ അതിൻ്റെ കുട്ടികളാണ് അതിനെ വിറ്റ് ഒഴിവാക്കി. അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഏറ്റിങ്ങനെ കളിച്ചു. ആരെങ്കിലൊക്കെ വരും രണ്ടീനും കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കിനുള്ള കായിട്ടു. അങ്ങനെ ഒരു അവസ്ഥയാണ് കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം ഇതിനെ കൊണ്ട് ഒന്നാമത് ഇപ്പോൾ തന്നെ ഇപ്പോൾ 50,000 ഇപ്പം എൻ്റെ ഇത് കമ്പനി ജോലി 2 ആളും കൂടി ആയപ്പോഴേ ഇന്നപ്പോൾ തന്നെ കടിച്ച് കാർന്ന് ഇന്നെങ്ങനെ വെക്കും. ഇന്ന ഇരുത്തേക്ക് എല്ലാവരും ആക്കില്ല. ചെല്ലും എത്തില്ല എന്നെ നാറ്റി തുണി കുപ്പൊക്കെ വേറെത്ത് കാട്ടില്ല. ഞാൻ പറഞ്ഞൊക്കെ കേൾക്കുകയും ചെയ്യും. പാഞ്ഞു പോകാൻ ഞാൻ അടി കിട്ടും വേഗം വന്നാ പറഞ്ഞാൽ അപ്പോൾ ചെവി പിടിച്ചാൽ അതിങ്ങനെ വരും. അങ്ങനത്തെ ഒരാളാണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ചവിട്ടിച്ച് ഓരോരുത്തരെ കൊണ്ടുപോയാൽ കയ്യാതി കുട്ടികളുണ്ടായിക്കണ്. നല്ല ഉഷാറുള്ള കുട്ടികളാണ്. പിന്നെ ഇതിൻ്റെ തള്ളക്ക് ഇത്തിക്ക് വലിയ ഇനം പാലാണ് ഉണ്ടായാൽ നല്ല പാലുണ്ടാവുന്നത് ഈ ഇനത്തിന്. അപ്പോൾ അതാണ് ഇവിടെ ഈ ചവിട്ടിച്ചാൻ വരുന്നത്. ഒരുപാട് സ്ഥലത്തുനിന്ന് ചവിട്ടിച്ചാൻ വരും. അപ്പോൾ ഇന്നലെ ഒരാൾ വന്നിക്കണ്. അപ്പോൾ അയാൾ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇപ്പോൾ 2 കുട്ടികളുണ്ട് ഈ ആദ്യം. ഒരാണുണ്ട് ഒരു പെണ്ണുണ്ട് ഇവിടുന്ന് ചവിട്ടിച്ചുകൊണ്ടായത്. ഇവൻ തന്നെയാണ് കാര്യം. തീറ്റ പിന്നെ ശരിക്ക് കൊടുക്കുന്ന പുണ്ണാക്ക്. പിന്നെ ഈ പുണ്ണാക്കിൽ നല്ലോണം ഇവിടുന്ന് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് ചോറ് വരും. പിന്നെ ഇല തന്നെ. ഇല അതിനകത്തൊന്നും വല്ലാത്തൊന്നുമില്ല. ആ പുണ്ണാക്കും ചോറും ആ ബക്കറ്റിന് 1/2 ബക്കറ്റ് ഉണ്ടായാൽ ചോറും പുണ്ണാക്കും. അത് നല്ല ചോറ് പുണ്ണാക്ക് വേണം. ചോറ് സ്വന്തം കൊടുക്കില്ല. അങ്ങനെ 1.5 കിലോ പുണ്ണാക്ക് വേണം ഒരു ദിവസം ഇവനിക്ക് മാത്രം. എന്നിട്ട് അതും ചോറൂടെ തിന്നിട്ട് വാട് കിടക്കും. വെള്ളം ആ കഞ്ഞിവെള്ളം അവിടുന്ന് കൊണ്ടുവരുന്ന ഇതിൽ 2-3 പെരയിലുള്ള കഞ്ഞിവെള്ളം ഇതൊക്കെ ഉണ്ടാവും. അതും ഈ പുണ്ണാക്കിൻ്റെ വെള്ളവും അവിടെ കുടിച്ച് ചെയ്യും. ഇതാണ് ഇപ്പോൾ പണി. ഇസ്രോയി മിലിറ്ററി ഇസ്രോയി മിലിറ്ററി എന്നാ പറയില്ല. മിലിറ്ററി എന്നാന്ന് പറഞ്ഞത് മിലിറ്ററി ഇസ്രോയി എന്നാ. ഒറിജിനൽ തന്ത നല്ല ഒറിജിനൽ വലിയ തന്തനെ കൊണ്ട് വലിയ ചവിട്ടിച്ച് കൊടുന്നതല്ലേ. ഇവല തള്ളനെ കൊടുന്നിട്ട് ഇവനും ഈ മൂപ്പരെ എൻ്റെ മോനോടി അങ്ങനെ എന്നെ നോക്കാനും ആക്കി. പിന്നെ ഇതിലെന്താ വെച്ചാൽ ഏറ്റവും ഇതിലെന്താണെന്ന് നോക്കിയാൽ ഇണക്കങ്ങൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് പറഞ്ഞ് നോക്കിയാൽ ഇന്ന അത്രയും പരിചയം കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ നിൽക്കണത്. നോക്കി അത്രയും അതാണ് ആ ഒരു അതിന്റെ ഇണക്കങ്ങളാണ്. വേറെ പെങ്ങളെ വന്ന് തൊട്ട് നോക്കി കുത്തി പണിയാക്കും. കുത്തൂല അങ്ങനെ കുത്തൂല. ഇത് എന്താ വെച്ചാല് അത് വേറെ ഇണക്കങ്ങള്. പിന്നെ ഇത് ശരിക്കും നമ്പർ 1 ആട്ടോ. അങ്ങനെ ഇത് ശരിക്കും കറക്റ്റ് പദ അല്ല ഇത്രയും വെയിറ്റ് വരില്ല. അത് എന്താ വെച്ചാല് ആടെന്ന് പറഞ്ഞാല് ഇപ്പൊ 5 വയസ്സെന്ന് പറഞ്ഞാല് 5 വയസ്സ് ആവുന്നു കണ്ടോ. അപ്പൊ ആക്കെന്ന് പറഞ്ഞത് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്താ വെച്ചാല് ഞാൻ ബീറ്റലില്ലേ ഒരു 2 കൂറ്റന്മാരാകുമ്പോൾ മൂപ്പനെ കൊണ്ട് കഴിയണില്ല. പിന്നെ വേറെ ഞാന് ഇതിന്റെ 2 ബീറ്റൽ പെണ്ണാട് കുട്ടികളുണ്ട്. അടിപൊളി നമ്പർ 1. പക്ഷെ മൂപ്പനെ കൊണ്ട് കഴിയില്ല. എന്താ വെച്ചാല് 2 കൂറ്റന്മാരും 2 പെണ്ണാടൊക്കെ കൂടി നടക്കില്ല. അപ്പൊ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഈ ചെക്കനോ അല്ലെങ്കിൽ ബീറ്റൽ വേണമെങ്കിൽ ബീറ്റലിന് കൊടുക്കാം. പെണ്ണാടും കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ്. ഞങ്ങൾ വിട്ട് കാണിച്ചു തരാം. അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്താ വെച്ചാല് മൂപ്പർക്ക് അങ്ങനെ വെച്ചാൽ നോക്കാൻ കഴിയില്ല. വെച്ചാൽ ഒന്നാമത് പിന്നെ പുല്ലെരിയാൻ പോകാനും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പറഞ്ഞാല് പിന്നെ ഇലാന്ന് പറഞ്ഞൊരു കണക്കുണ്ടല്ലോ ഇത് കിട്ടാൻ. ഫാമുകാർക്കൊക്കെ പറഞ്ഞാൽ നിർത്താൻ സൂപ്പറാണ്, നമ്പർ 1. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബീറ്റലുണ്ട്, നല്ല ചെക്കനുണ്ട്, ഞാൻ ഇപ്പോൾ വിട്ട് കാണിച്ചു തരുന്നുണ്ട്. അടിപൊളി കുട്ടിയാണ്. പിന്നെ 2 പെണ്ണാട് കുട്ടികളുണ്ട് കേട്ടോ, സൂപ്പർ. ഞാൻ നിൽക്കൂലല്ലോ മോൻ കേടുന്നാട്ട് തുണി കുപ്പാൻ നല്ല ഇട്ട് കൊണ്ടൊന്നും എൻ്റെ അടുത്ത് കയറും പറ്റില്ല. അക്ക അടിച്ച് വലിച്ച് ഞാൻ പറഞ്ഞു
വെറുതല്ല ചങ്ങയ്യെ എന്താ കടിച്ച് കടിച്ച് ഷർട്ട് വേറെ വാങ്ങേണ്ടി വരും. ഷർട്ട് എല്ലാ ഷർട്ടും തുണിപ്പായിട്ടും നല്ലത് ചൂണ്ടി വരാൻ പറ്റില്ല. അപ്പൊ നമ്മള് വേറെ വാങ്ങേണ്ടി വരും. ചങ്ങായി അതിനെ പഠിച്ചിട്ടുണ്ടല്ലോ, നാറ്റി കടിച്ച് വലിച്ചു. നല്ല സ്നേഹട്ടത്, ഭയങ്കര. അതാണ് ഈ രാജസ്ഥാൻ സിരോഗി എന്ന് പറഞ്ഞ സംഗതി. ഭയങ്കര സ്നേഹമാണ് ഏറ്റവും. നോക്കണേ അത്ര കണക്കാ. ഞാനൊക്കെ എപ്പോഴെങ്കിലും വരലുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഉപ്പ അത്ര കൊടുക്കാം. ലാസ്റ്റ് പറഞ്ഞാളെ ചില വരുന്ന ആൾക്കാർ പറഞ്ഞു ബുദ്ധിമുട്ടാവണ്ട. 50 ഉറുപ്പ് ഉപ്പ ചോദിക്കണത്. 45 ഉറുപ്പ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. എന്തായാലും മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് അതെല്ലാം മീറ്റ് ഉണ്ട്. പിന്നെ അതേമാതിരി ഫാമിലൊക്കെ നിർത്താൻ പറ്റും. സൂപ്പറാണ്, നമ്പർ 1 ആണ്. ഇണക്കുള്ളുണ്ടല്ലോ. 45 നമുക്ക് ലാസ്റ്റ്. അതെന്താ വെച്ചാല് പിന്നെ നോക്കാൻ കഴിയാത്തോണ്ടാണ്. നോക്കിയാണെങ്കിൽ മൂപ്പര് 2 ഇനിയിപ്പോ ആ ബീറ്റിൽ കുട്ടനും കൂടി വന്ന് 2ഉം കൂടെ മൂപ്പർക്ക് നോക്കാൻ കഴിയില്ല. അതാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, പിന്നെ സങ്കടം ഉണ്ടോ ചോദിച്ചല്ലോ, നമ്മളെന്താ ചെയ്യാ? അപ്പൊ ഞാന് നമുക്ക് വളർത്തണ, നമ്മൾ അത്ര ഇഷ്ടത്തോടെ വളർത്തണ ആടുകുട്ടികളില്ലേ, അതിന് കൊടുക്കാൻ സങ്കടം തന്നെ. കൊടുക്കാൻ അതാണ് ആ സങ്കടം ഉണ്ടായിട്ടാണ് നമ്മൾ കൊടുക്കാതെ നിന്നത് ഇതുവരെ. എന്ന് ചിലപ്പോൾ നമ്മൾ കൊണ്ട് മോനെ ബേറ്റും മോനെ കണ്ട് നോക്കാൻ കഴിയാതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ മോനെ ഞാൻ കൊടുക്കാമെങ്കിൽ ഞാൻ ഓനെ കൊണ്ടുപോകണം നേരത്തെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ തന്നെ വരണൊരു കൊടുക്കാന്. എത്തില്ല ഓൻ നുളവിച്ചു, ഉറപ്പാണ് നുളവിച്ചു. അല്ല അതുണ്ടാവും, മുഖത്ത് നോക്കിയാണ് നുളവിച്ചു. അത് സംഗതി സത്യാണ്. എനിക്ക് പറഞ്ഞത് ഞാൻ നിക്കണത് തന്നെ കോട്ടേഴ്സിലാണ്. അപ്പൊ ഞമ്മക്കെന്ന് പറഞ്ഞാല് അവിടെ പരിമിതി ഇല്ല. പരിമിതി അങ്ങനെ വെച്ചാല് ഞാൻ എന്റെ പാലക്കാട് വീട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായ സ്ഥലമുണ്ട് അവിടെ. ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാൽ അതിൽ കൊണ്ടുപോകും. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ അതേമാതിരി ഞാൻ ബീറ്റലിന്റെ ഇവിടെ 2 കുട്ടികളുണ്ട്, അതിനെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കുന്ന കോട്ടേഴ്സ് ആയതുകൊണ്ടേ നമ്മൾ നടക്കില്ല. എന്ന് വെച്ചാൽ അവിടെ വന്നൊരു പരിമിതി ഉണ്ട്. നീ കേറിയാ മതി. നാറ്റാൻ നിക്കാണ്. കേരള ബീറ്റൽ ബീറ്റൽ ഒറിജിനൽ ബീറ്റലാണ്. ഒറിജിനൽ ബീറ്റലാണ് ഓൻ്റെ ഏർപ്പാട് ഇങ്ങനെ. ഓനും ഇങ്ങനെ തന്നെ വല്ലാതെ തുണി കുപ്പായം കെട്ടി എത്തുമ്പോൾ നിൽക്കണ. ഇവനിപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഏകദേശം 3 ആയി. നമുക്ക് പിന്നെ ഇനി ശിരോഗി അല്ലെങ്കിൽ ഇവനെ കൊടുക്കും നിങ്ങള്? ഇവനെ കൊടുക്കാനേ തരാനില്ല. താല്പര്യം നമ്മൾ പറഞ്ഞപ്പോ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പോ എങ്ങനെ അതിൻ്റെ ഒന്നും പറഞ്ഞാളെ, റേറ്റും കാര്യമൊക്കെ. കൊടുക്കാൻ താല്പര്യം എത്താ. ഞാൻ പിന്നെ ചോദിച്ചത് 45ആണ്. പിന്നെ 2.5 വയസ്സായിട്ടുള്ളൂ. അത് അങ്ങനത്തെ ഇത് നമ്മൾ വാങ്ങിച്ചതല്ല കേട്ടോ, ഇവിടെ പ്രസവിച്ചാട്ടാ. പ്രസവിച്ച് വളർന്ന ഇത് ഓൻ്റെ പിന്നെ ഒരു തള്ളന്നെ ഇതിൽ പറ്റാ. ഒറിജിനൽ തള്ള ബീറ്റിലാ. ഇത് ബീറ്റില് ഒറിജിനൽ നമ്പർ 1 ഒറിജിനൽ ബീറ്റിലാ. അല്ല കണ്ടാൻ കണ്ടില്ലേ നമുക്കേ. പിന്നെ ബീറ്റൽ കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ നല്ല 2 പെണ്ണാട് കുട്ടികളുണ്ട്. പിന്നെ വേണമെങ്കിൽ വില വരും. പെണ്ണാട് കുട്ടികൾ പറഞ്ഞാൽ അത് നമ്പർ 1 ക്വാളിറ്റിയാണ്. ഞാൻ വിട്ടു തരുന്നുണ്ട്. അടിപൊളി അങ്ങനെ വെച്ചാൽ സൂപ്പർ നമ്പർ 1 ആർക്കും ആവശ്യക്കാർ വെച്ചാൽ പറഞ്ഞോളേ, കൊടുക്കാം. വന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഇതാണ് എന്റെ കുട്ടികൾ. ഇങ്ങോട്ട് പോരാ. അടി 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 എടാ. അതാണ് ഇപ്പൊ തല്ല് കിട്ടണ്ടേ. പൊയ്ക്കോളെ പൊയ്ക്കോളാ. എന്തോ ഒരു പൊട്ടിത്തെറുപ്പാണ് അറിയോ. ഇവര് 2 മിണ്ടാണ് കുട്ടികളാ.
നമുക്ക് എത്ര ഒരു 1.5 വയസ്സാവും? 1.5 വയസ്സാവണുള്ളൂ ഉള്ളൂ അല്ലേ? 1.5 വയസ്സാവുള്ളൂ. ഇതിൽ 2 വയസ്സാണ് അല്ലെങ്കിൽ ചൂടാണ്. ഇത് ഒറിജിനലാണ്. അപ്പോൾ ഒന്നാമത് ലേസത്ത് വലിപ്പം കുറഞ്ഞ എന്തുകൊണ്ടറിയോ? ഞാൻ പറഞ്ഞ ഞങ്ങളോട് പെറ്റ 4ാമത്തെ ദിവസമാണ് അതിൻ്റെ അവിടെ പോയത്. തള്ളൻ്റെ അവിടെ പോയി. പാൽ ഓവറായിട്ടില്ല. തള്ള പാലെന്ന് പറഞ്ഞാൽ 4 ദിവസം അവിടിൻ്റെ ബീക്കം കണ്ടപ്പോൾ ഞാൻ ചെയ്തേന്. പിന്നെ ആ ഇവള് വന്നുകൊണ്ട് ഒരുപാട് സൂചി വെച്ചു. അവിടുന്ന് ഒരവിടാണ്ട് പൊട്ടി. ഇവന് പിന്നെ അത് തന്നെ, ഇവന് ഈ തീറ്റി വെള്ളം ഏറ്റ് എന്നെ വളർത്താൻ. പിന്നെ പാലൊന്നുമില്ല. പിന്നെ വെള്ളം കൂടി വേറെള്ളതൊക്കെ ഓലേനാണ് സ്വന്തത്തിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് വലുതേന. ഓല വിലട്ട് വെക്കും, വിലട്ടണം. ഓൽക്കല്ല വിലട്ടെങ്കിലേ കൊടുക്കുള്ളൂ. ആവശ്യക്കാരുണ്ടെങ്കിലേ ഫോണിൽ ബന്ധപ്പെട്ടോട്ടെ. നോക്കി എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ ഇങ്ങനെ വിടുമ്പോഴേ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വന്ന് നോക്കിക്കോട്ടെ. നമ്മളിത് പിന്നെ നുണ പറയുന്നില്ലല്ലോ, നമ്മൾ സത്യസന്ധമായ സംഗതി മാത്രം പറയുള്ളൂ. ഒരു വന്ന് നോക്കിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ പിന്നെ വന്ന് നോക്കി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. എവിടെയെങ്കിലും ചവിട്ടിച്ചതല്ല, ഇവിടുത്തെ വീട്ടിൽ ഒറിജിനൽ വീട്ടിൽ തന്നെ ചവിട്ടിണ്ടായിരുന്ന ആളൊക്കെ അല്ലേ. പിന്നെ ഇപ്പോൾ തന്നെ വലിയ ലേസം ഇങ്ങോട്ട് വളരാത്തത് പറ്റിയത് മെയിൻ അതാണ്. ആകെ ഒരു 4 ദിവസം പാൽ കുടിച്ചുള്ളൂ. അല്ലേ പാൽ കുടിച്ചിട്ട് പോയാലും എവിടെ തീണിച്ചിട്ട് ബൻ്റെ അതിലുണ്ടാവും. നമുക്ക് ശിരോഗിന്റെ മുട്ടന് അതേമാതിരി ബീറ്റലിന്റെ ഇതും ആണെങ്കിൽ നമുക്ക് വില നിങ്ങൾ വന്ന് നോക്കിക്കോളി. നോക്കിയിട്ട് പറഞ്ഞാൽ ഇപ്പൊ 50 റുപ്യ നമ്മൾ ചോദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാവും. ഒരു ശിരോഗിന്റെ മുട്ടന് ഒരു ബീറ്റൽ മുട്ടന് 2 പെണ്ണാട് കുട്ടികൾ ശിരോഗി അല്ല അത് ബീറ്റൽ. അതിൻ്റെ ഞാൻ ആട് വളർത്തി തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ പണിയൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു ആട് കൊടുത്തൊന്നും അങ്ങനെ വളർത്തിയതാൻ എൻ്റെ മോനെ വലിയ 2 കൂടി. ഞാൻ ആടുമ്പലും കേടുമ്പലും ഒന്നല്ല, ഞാൻ നല്ല മരമില്ലിൽ പണിയെടുക്കായിരുന്നേന്. പിന്നെ ഒരു 2016 വന്നപ്പോൾ ഞാൻ മില്ലിലെ പണി നിർത്തിയതാണ്. എൻ്റെ പേര് കുട്ടിഹാലി, സ്ഥലം ചെപ്പേലം, കുന്നമ്പുറം ചെപ്പേലം. കുട്ടിയാലിയാക്കാൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ മതി. കുന്നമ്പുറത്ത് വന്നിട്ട് കുന്നമ്പുറത്ത് നിന്ന് എവിടെ വലിയ വീഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വലിയ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങൾ മെയിൻ റോട്ടിൽ വന്ന് അപ്പോൾ പമ്പിൻ്റെ അടുത്തുനിന്ന് അവിടെ വന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇവിടെ ഉണ്ടെന്ന്.